ഇറാന്റെ ആത്മീയവും രാഷ്ട്രീയവുമായ പരമോന്നത നേതാവായിരുന്ന ആയത്തുള്ള അലി ഖമനി കൊല്ലപ്പെട്ടിട്ട് 7 ആഴ്ചകൾ പിന്നിടുമ്പോഴും അദ്ദേഹത്തിന്റെ ഭൗതികദേഹം സംസ്കരിക്കാനാകാതെ ഇറാൻ ഭരണകൂടം പ്രതിസന്ധിയിൽ. യുദ്ധഭീതിയും ആഭ്യന്തര കലാപ സാധ്യതയും കണക്കിലെടുത്ത് സംസ്കാര ചടങ്ങുകൾ അനിശ്ചിതമായി നീട്ടിവച്ചിരിക്കുകയാണ്. ഫെബ്രുവരി 28-ന് ഇസ്രായേലും അമേരിക്കയും സംയുക്തമായി നടത്തിയ വ്യോമാക്രമണത്തിലാണ് ഖമനി കൊല്ലപ്പെട്ടത്. ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ അദ്ദേഹത്തെ അതീവ രഹസ്യമായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇറാൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ സുരക്ഷാ വീഴ്ചയായാണ് ഈ സംഭവം വിലയിരുത്തപ്പെടുന്നത്. ഖമനിയുടെ മരണത്തിന് പിന്നാലെ ഇറാൻ സ്റ്റേറ്റ് മീഡിയ ചില റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിരുന്നുവെങ്കിലും സംസ്കാരം സംബന്ധിച്ച ഔദ്യോഗിക സ്ഥിരീകരണങ്ങൾ ഇപ്പോഴും അവ്യക്തമാണ്. ഷിയ മുസ്ലിം ആചാരപ്രകാരം മൃതദേഹം എത്രയും വേഗം മണ്ണടിയണമെന്നിരിക്കെ ഈ താമസം അങ്ങേയറ്റം അസാധാരണമാണെന്ന് നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു. ഇസ്രായേലിൽ നിന്നോ US-ൽ നിന്നോ വീണ്ടും ഒരു ആക്രമണം ഉണ്ടാകുമോ എന്ന ഭയമാണ് ഭരണകൂടത്തെ പിന്നോട്ട് വലിക്കുന്നത്. ഒരു വലിയ ജനക്കൂട്ടം സംസ്കാര ചടങ്ങിനായി ഒത്തുകൂടുമ്പോൾ അത് ശത്രുരാജ്യങ്ങൾക്ക് എളുപ്പത്തിൽ ലക്ഷ്യം വെക്കാവുന്ന ഒന്നായി മാറുമെന്ന് ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് ഭയപ്പെടുന്നു. ഫൗണ്ടേഷൻ ഫോർ ഡിഫൻസ് ഫോർ ഡെമോക്രസിയിലെ മുതിർന്ന നിരീക്ഷകനായ ബെഹ്നം തല്ലീബു പറയുന്നത് നിലവിലെ സാഹചര്യത്തിൽ ഒരു ബഹുജന ഒത്തുചേരൽ അനുവദിക്കാൻ ഭരണകൂടത്തിന് ഭയമാണെന്നാണ്. ജനരോക്ഷം ഭരണകൂടത്തിനെതിരെ തിരിയുമോ എന്ന ആശങ്കയും ഇതിന് പിന്നിലുണ്ട്. മാർച്ച് മാസത്തിൽ സംസ്കാര ചടങ്ങുകൾ നടത്താൻ പ്രാഥമികമായി ആലോചനകൾ നടന്നിരുന്നു. എന്നാൽ മേഖലയിലെ യുദ്ധസമാനമായ സാഹചര്യം കണക്കിലെടുത്ത് ഈ പദ്ധതികൾ ഇറാൻ ഉപേക്ഷിച്ചു. സുരക്ഷാ കാരണങ്ങളാൽ മൃതദേഹം രഹസ്യ കേന്ദ്രത്തിൽ സൂക്ഷിച്ചിരിക്കുകയാണെന്നാണ് വിവരം. ഖമനിയുടെ ജന്മനാടായ മഷ്ഹദിലെ ഇമാം റസ തീർത്ഥാടന കേന്ദ്രത്തിന് സമീപം അദ്ദേഹത്തെ അടക്കം ചെയ്യാനാണ് സാധ്യത. ഷിയ വിശ്വാസികൾക്കേറെ വിശുദ്ധമായ ഈ സ്ഥലം കനത്ത സൈനിക കാവലിലാണ്. എങ്കിലും ചടങ്ങുകൾ എപ്പോൾ നടക്കുമെന്ന് ആർക്കും വ്യക്തതയില്ല. ആക്രമണത്തിൽ ഖമനി മാത്രമല്ല അദ്ദേഹത്തിന്റെ കുടുംബവും തകർക്കപ്പെട്ടു. ഖമനിയുടെ ഭാര്യ, മകൾ, കൊച്ചുമകൾ എന്നിവരും ഇതേ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. ഒരു കുടുംബത്തെയാകെ ലക്ഷ്യം വെച്ചുള്ള ഈ ആക്രമണം ഇറാന്റെ ആത്മവീര്യത്തെ വല്ലാതെ തളർത്തിയിട്ടുണ്ട്. അധികാര കൈമാറ്റത്തിന്റെ കാര്യത്തിലും രാജ്യം കടുത്ത വെല്ലുവിളിയാണ് നേരിടുന്നത്. ഖമനിയുടെ മരണത്തിന് തൊട്ടു പിന്നാലെ അദ്ദേഹത്തിന്റെ മകൻ മുജ്തബയെ പിൻഗാമിയായി പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഇതിനെതിരെ രാജ്യത്തിനകത്ത് വലിയ എതിർപ്പുകൾ ഉയരുന്നുണ്ടെന്നാണ് സൂചന. പരമ്പരാഗതമായി മതപണ്ഡിതർക്കിടയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടേണ്ട പരമോന്നത നേതാവ് എന്ന പദവിയിലേക്ക് ഖമനിയുടെ മകൻ എത്തുന്നതിനെ പലരും ജനാധിപത്യ വിരുദ്ധമായി കാണുന്നു. ഇത് രാജ്യത്ത് ഒരു പുതിയ ആഭ്യന്തര ലഹളയ്ക്ക് വഴിവെക്കുമോ എന്ന ഭയവും അധികാരികൾക്കുണ്ട്. സംസ്കാര ചടങ്ങുകൾ നീളുന്നത് ഭരണകൂടത്തിന്റെ ദൗർബല്യമായാണ് ലോകരാജ്യങ്ങൾ കാണുന്നത്. സ്വന്തം നേതാവിന് അന്ത്യവിശ്രമം ഒരുക്കാൻ പോലും സാധിക്കാത്ത വിധം ഇറാൻ പ്രതിരോധത്തിലാണെന്ന സന്ദേശമാണ് ഇത് നൽകുന്നത്. ഇസ്രായേൽ തങ്ങളുടെ ആക്രമണങ്ങൾ നിർത്താൻ തയ്യാറാകാത്ത സാഹചര്യത്തിൽ ഇറാന്റെ സൈനിക കേന്ദ്രങ്ങൾ ഇപ്പോഴും അതീവ ജാഗ്രതയിലാണ്. ഏത് നിമിഷവും ഒരു തിരിച്ചടി ഉണ്ടായേക്കാമെന്ന ഭീതിയിൽ ജനങ്ങളും കടുത്ത സമ്മർദ്ദത്തിലാണ് കഴിയുന്നത്. സാമ്പത്തികമായി തകർന്നടിഞ്ഞ ഇറാനിൽ ഖമനിയുടെ മരണം ഭരണമാറ്റത്തിനുള്ള മുറിവിളികൾക്കും ആക്കം കൂട്ടിയിട്ടുണ്ട്. ഹിജാബ് വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് ശേഷം രാജ്യം കണ്ട ഏറ്റവും വലിയ അസ്ഥിരതയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. മൃതദേഹം സംസ്കരിക്കുന്നത് വൈകുന്നത് മതപരമായ ചർച്ചകൾക്കും വഴിമാറിയിട്ടുണ്ട്. ഷിയ പാരമ്പര്യത്തിൽ ഇത്രയും കാലം മൃതദേഹം സൂക്ഷിക്കുന്നത് നിഷിദ്ധമാണെന്ന് വിശ്വസിക്കുന്ന വലിയൊരു വിഭാഗം ജനങ്ങൾ ഭരണകൂടത്തിന്റെ നിസ്സംഗതയിൽ പ്രതിഷേധിക്കുന്നുണ്ട്. പശ്ചിമേഷ്യൻ രാഷ്ട്രീയം ഈ സംഭവവികാസങ്ങളെ അതീവ ഗൗരവത്തോടെയാണ് നിരീക്ഷിക്കുന്നത്. ഇറാന്റെ പുതിയ നേതൃത്വം എങ്ങനെ ലോകത്തോട് പ്രതികരിക്കുമെന്നതിനെ ആശ്രയിച്ചിരിക്കും മേഖലയിലെ സമാധാനം. മുജ്തബ ഖമനിയുടെ നേതൃത്വത്തിന് സൈന്യത്തിന്റെ പൂർണ്ണ പിന്തുണ ഉണ്ടെങ്കിലും ജനകീയ പിന്തുണയുടെ കാര്യത്തിൽ ഉറപ്പില്ല. അതുകൊണ്ട് തന്നെ പിതാവിന്റെ സംസ്കാര ചടങ്ങ് ഒരു ശക്തി പ്രകടനമാക്കി മാറ്റാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ടാകാം. പക്ഷേ ആകാശത്ത് ഇസ്രായേലി ഡ്രോണുകൾ വട്ടമിട്ട് പറക്കുമ്പോൾ അത്തരമൊരു ശക്തി പ്രകടനം വലിയൊരു ദുരന്തത്തിന് കാരണമാകുമെന്ന് റവല്യൂഷണറി ഗാർഡ് മുന്നറിയിപ്പ് നൽകുന്നു. ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസികൾ നിലവിൽ ഈ വിഷയത്തിൽ മൗനം പാലിക്കുകയാണ്. ഇടയ്ക്ക് വരുന്ന ചില വാർത്താക്കുറിപ്പുകൾ ജനങ്ങളെ സമാശ്വസിപ്പിക്കാൻ മാത്രമുള്ളവയാണ്. ചരിത്രത്തിലെ ഏറ്റവും മോശം അവസ്ഥയിലൂടെയാണ് പേർഷ്യൻ രാജ്യം കടന്നു പോകുന്നത്. ഒരു നേതാവിന്റെ അന്ത്യം ഒരു ജനതയുടെ മൊത്തം ഭാവിയെ അനിശ്ചിതത്വത്തിലാക്കിയിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ മേഖലയിലെ സാഹചര്യം ശാന്തമാകുമെന്നും സുരക്ഷിതമായ ഒരു അന്തരീക്ഷത്തിൽ ഖമനിയുടെ സംസ്കാരം നടത്താൻ സാധിക്കുമെന്നുമാണ് ഭരണകൂടത്തിന്റെ പ്രതീക്ഷ. എങ്കിലും ഇസ്രായേൽ US സഖ്യത്തിന്റെ നീക്കങ്ങൾ പ്രവചനാതീതമായി തുടരുന്നു.